സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്ന ഒരു അടിപൊളി പാൽപുട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. ചിലര് പുട്ട് നനയ്ക്കുന്ന വെള്ളത്തിലേക്ക് ആണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. ഞാനിവിടെ പൊടിയിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. എൻ്റെ പൊടി നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ്. അത് കാരണം ഞാനിവിടെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു സൈഡിലേക്ക് അത് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ മധുരത്തിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഈ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാരയും അതുപോലെ തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. ഈ ക്യാരറ്റ് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് അതിന് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്യാരറ്റും പഞ്ചസാരയും ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ നനവുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പുട്ടുപൊടിയിൽ വെള്ളം ചേർത്ത് നനയ്ക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പാല് ചേർത്ത് പുട്ട് നനച്ചാൽ മതിയാവും കേട്ടോ. പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈ പുട്ടിൽ കൂടുതൽ നനവുണ്ടാകും. അപ്പോൾ കൈ ഉപയോഗിച്ച് ഒരുപാട് ഫോഴ്സ് ചെയ്ത് നമ്മൾ നനയ്ക്കാൻ പാടില്ല. സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ പാൽപുട്ടിൻ്റെ മിക്സ് എടുത്താൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ട് കാണയിൽ തേങ്ങയും അതുപോലെ മിക്സും നമുക്ക് ലെയറായിട്ട് വെച്ച് കൊടുത്ത് പുട്ടുണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഗതിയിൽ ആവിയിൽ വേവിക്കുന്ന പോലെ ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നത്. ചിരട്ടപ്പുട്ട് ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയ പഴം ചേർത്തിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.